നമസ്കാരം. ആലപ്പി അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരാളെ തകർത്തെറിയാനും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും നമ്മളുടെ ഒരു വാക്ക് മതിയാകും. തത്സമയ വിവരണത്തേക്കാൾ തക്ക സമയത്തെ വിശദീകരണമാണ് ഉത്തമം. കയറിപ്പോകുന്ന പടികൾ മറക്കരുത്. കാരണം തിരിച്ചു വരാനും നമുക്കത് തന്നെ വേണമല്ലോ. അങ്ങനെയുള്ള ചില അനുഭവങ്ങളും ദുരനുഭവങ്ങളും നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കാം. ഒരിക്കൽ ആലപ്പുഴയിലുള്ള ഒരു നിർമ്മാതാവ് ഹസീബ് ഒരു പുതിയ വീട് വെച്ചു. അതിൻ്റെ ഹൗസ് വാമിങ്ങിന് ഒരുപാട് സിനിമക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ഫാസിൽ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, നീ തിരിച്ചു പോകുമ്പോൾ വീട്ടിലൊന്ന് കയറിയിട്ടേ പോകാവുള്ളൂ എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ ശരി വന്നേക്കാം എന്നും പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞ് പതിയെ മെല്ലെ ഫാസിലിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. ഒരു 3 മണിയോടുകൂടി അവിടെ ചെന്ന് ഒരു ചൂട് ചായയൊക്കെ കുടിച്ച് ഇരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എടാ, ഞാൻ നിന്നെ ഇവിടെ വരാൻ പറഞ്ഞത് എനിക്കിവിടുത്തെ ഈ പുതിയ ഡയറക്ടേഴ്സിനെയൊന്നും വലിയ പരിചയമില്ല, അവരെ പറ്റിയൊന്നും എനിക്ക് കൂടുതൽ അറിയില്ല. ഫാസിൽ എന്നോട് ചോദിച്ചു, ഏതാടാ ഈ ലിജോ ജോസ് പല്ലിശ്ശേരി? ഞാൻ പറഞ്ഞു, എന്തു പറ്റി? ഇല്ല, ഇങ്ങനെ ഷാനുവിന്റെ ഡേറ്റ് ചോദിച്ചു വന്നിട്ടുണ്ട്, എനിക്ക് ഇവരെയൊന്നും പരിചയമില്ല, നിനക്കറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, പരിചയമില്ല, പക്ഷെ അദ്ദേഹത്തിന്റെ പടങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നീ പോയി കണ്ടോ പടം? ഞാൻ പറയില്ല, ഞാൻ സെൻസർ ബോർഡ് മെമ്പറായിരുന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ 1-2 പടം സെൻസർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആ പടങ്ങൾ രണ്ടും വലിയ സാമ്പത്തികമായി നേട്ടമുണ്ടാക്കിയവയല്ല. ആ നായകനൊക്കെ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹത്തിനെ പറ്റി എനിക്ക് വളരെ മതിപ്പ് തോന്നി. പടം ഓടുക ഓടാതിരിക്കുക വേറെ വിഷയം. അപ്പോൾ ഞാൻ ഫാസിലിനോട് പറഞ്ഞു, ഇല്ല, അയാള് നല്ലൊരു ടെക്നീഷ്യനാണെന്ന് പറഞ്ഞു, നല്ല കഴിവുള്ള ഒരാളാണെന്ന് ആ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞു. എന്നിട്ടാണോ 2 പടവും പൊട്ടിയത് എന്ന് ഫാസിൽ എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു, പടം പൊട്ടിയതിന് വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ അതല്ല, അയാൾ നല്ലൊരു ടെക്നീഷ്യനാണ്, തീർച്ചയായും അയാൾ മുൻപന്തിയിൽ വരും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് അദ്ദേഹത്തിന് ഡേറ്റ് കൊടുത്തോളൂ എന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഒന്നും മിണ്ടിയില്ല, വേറെ ഒന്നും സംസാരിച്ചില്ല, മറ്റു ചില കാര്യങ്ങളൊക്കെ സംസാരിച്ചു. കഴിഞ്ഞ് ഞാൻ പോവുകയും ചെയ്തു. അങ്ങനെയാണ് ആമേൻ എന്ന ചിത്രത്തിന് ഫഹദ് ഫാസിൽ ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ആ പടം ഒരു ചരിത്ര വിജയവുമായിരുന്നു. സൂപ്പർ ഡൂപ്പർ ഹിറ്റായിരുന്നു ആ പടം. അതോടുകൂടി ഈ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഗ്രാഫ് അങ്ങ് ഉയരുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിന്റെ പിന്നീട് വന്ന പല പടങ്ങളും മികച്ച രീതിയിൽ കളക്ഷനുകൾ ഉണ്ടാക്കുകയും ചെയ്തു. ജല്ലിക്കെട്ട്, അങ്കമാലി ഡയറീസ്, അതുപോലെ തന്നെ ഈ മാ ഔ, മമ്മൂട്ടിയുടെ നൻപകൽ നേരത്തെ മയക്കം എന്ന പടം അദ്ദേഹത്തിന്റെ ഹിറ്റുമായിരുന്നു. അത് മമ്മൂട്ടിക്ക് അവാർഡും വാങ്ങിക്കൊടുത്തു. അങ്ങനെ പിന്നീട് വന്നത് മോഹൻലാലിന്റെ ഒരു പടം വന്നു, മലൈക്കോട്ട വാലിബൻ എന്നൊരു പടം. അത് പക്ഷേ നന്നായിട്ട് പോയില്ല, പക്ഷെ ടെക്നിക്കലി അതിനും അഭിപ്രായമായിരുന്നു. അപ്പൊ അദ്ദേഹം വളരെ ഉന്നതിയിലേക്ക് എത്തുകയും ഉണ്ടായി. ഈ സാധാരണ സിനിമാ രംഗത്ത് ഒരു പടമോ 2 പടമോ സാമ്പത്തികമായി പരാജയപ്പെട്ടാൽ അതിനകത്ത് ടെക്നിക്കലി നല്ല പെർഫെക്റ്റ് പടമാണെങ്കിൽ ആ സംവിധായകൻ ഒരിക്കലും പരാജയപ്പെടുകയില്ല. അദ്ദേഹത്തിന് വീണ്ടും അവസരങ്ങൾ വരും, അദ്ദേഹം ഉയരുകയും ചെയ്യും. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ലിജോ ജോസിൻ്റെത്. ഇത് സാധാരണ സിനിമാ രംഗത്ത് ഈ 1-2 പടമൊക്കെ മോശമായി പോയി കഴിഞ്ഞാൽ അവരോട് മറ്റു ചിലരൊക്കെ അഭിപ്രായം ചോദിക്കും. വേറെ സംവിധായകരോ അല്ലെങ്കിൽ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് അഭിപ്രായം ചോദിച്ചാൽ കഴിയുന്നതും അവർ മോശമായിട്ടേ പറയുള്ളൂ. ആരും പോസിറ്റീവായിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. പലരും നെഗറ്റീവായിട്ടാണ് പറഞ്ഞു കൊടുക്കുന്നത്. വേറെ പണിയില്ലേ, അയാളുടെ പടമെല്ലാം പൊട്ടിത്തോറുന്നു, നിങ്ങൾക്ക് വേറെ പണിയില്ലേ, വേറെ ആളെ നോക്ക്, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് സാധാരണ പറയാറുള്ളത്. ഇത് ഞാൻ ജീവിതത്തിൽ അനുഭവത്തിലൂടെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഏഷ്യാനെറ്റ് എന്ന പ്രസ്ഥാനം കെട്ടിപ്പടുത്ത ശശികുമാർ, അദ്ദേഹം ഏഷ്യാനെറ്റിൽ നിന്നും വിട്ടുപോയപ്പോൾ പിന്നീട് അദ്ദേഹം ഒരു ഹിന്ദി ചിത്രം സംവിധാനം ചെയ്തു. കായാതരൻ എന്നായിരുന്നു ആ സിനിമയുടെ പേര്. അത് അദ്ദേഹം തന്നെ നിർമ്മിച്ച് സംവിധാനം ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ അദ്ദേഹത്തിന് ആ സിനിമ കഴിഞ്ഞപ്പോൾ ഒരാഗ്രഹമുണ്ടായി, മോഹൻലാലിനെ വെച്ച് ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന്. അതിനുള്ള കരുനീക്കങ്ങൾ ആരംഭിച്ചു. അതിന്റെ കഥ എഴുത്തുകാരൻ സക്രിയയുടേതായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ മോഹൻലാലിനെ ഈ വിവരം ഒന്ന് ധരിപ്പിക്കാനും ഡേറ്റ് വാങ്ങാനുമുള്ള ഒരു ഇടനിലക്കാരനെന്ന ഒരു ദൗത്യം എനിക്കായിരുന്നു അത് നൽകിയത്. ഞാൻ മഹാസമുദ്രം എന്ന സിനിമ ഷൂട്ടിങ് ട്രിവാൻഡ്രത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്ന് ലാലിനെ കണ്ടു. ലാല് വളരെ സന്തോഷത്തോട് കാര്യങ്ങൾ അന്വേഷിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ ശശികുമാർ സാറിന് ലാലിനെ വെച്ചൊരു പടം ചെയ്യാൻ
താല്പര്യമുണ്ട്. ഹിന്ദി പടം ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഒരു മലയാള പടം ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അത് മോഹൻലാലിന് നായകനായിട്ട് സക്രിയ സാർ എഴുത്തും അങ്ങനെ ഒരു. ലാല് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി. ലാല് പറഞ്ഞു, എന്നാ അതൊക്കെ അവരുടെയൊക്കെ പടങ്ങൾ ചെയ്യുന്നത് നല്ലതല്ലേ, ഞാൻ എപ്പോൾ വേണേലും റെഡിയാക്കാം, എങ്ങനെ വേണേലും ഡേറ്റ് കൊടുക്കാം, ധൈര്യമായിട്ട് തുടങ്ങാൻ പറ സാറിൻ്റെ അടുത്ത്, എനിക്കതൊക്കെ വളരെ ഇഷ്ടമാണ്, അവരുടെയൊക്കെ പടങ്ങളല്ലേ ചെയ്യേണ്ടത്, ഓക്കെ ഞാൻ റെഡി എന്നൊക്കെ ലാൽ എന്നോട് പറയും. ഞാനും വളരെ സന്തോഷവാനായി. അവരുടെ അടുത്ത് വിവരങ്ങൾ പറയുന്നു. അവർ ബാക്കിയുള്ള കാര്യങ്ങൾ നീക്കാനുള്ള ശ്രമമെല്ലാം ആരംഭിച്ചു. ശശികുമാർ സാറിൻ്റെ അടുത്ത് വിവരം അറിയിക്കുന്നു. അദ്ദേഹം കായാത്തരന്റെ CD അയച്ചു തരുന്നു എനിക്ക് മോഹൻലാലിന് കൊടുക്കാനും കാണിക്കാനുമായിട്ട്. സക്രിയ സാറും വളരെ സന്തോഷവാനായിരുന്നു. ഈ ചിത്രത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ലാലിന്റെ ഡേറ്റും അതുപോലെ തന്നെ ലാലിന്റെ റെമ്യൂണറേഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാനായിട്ട് വീണ്ടും ഞാൻ മോഹൻലാലിനെ സമീപിക്കുന്നു. ലാല് ഈ പ്രാവശ്യം സമീപിക്കുമ്പോൾ വലിയ താല്പര്യമൊന്നുമില്ല, പഴയ ഇൻട്രസ്റ്റ് ഇല്ല. ലാലിൽ നിന്നും വലിയൊരു വ്യത്യാസം എനിക്ക് ഫീൽ ചെയ്തു. ലാല് പറഞ്ഞു, അണ്ണാ ഇങ്ങനെയാണ്, ഡേറ്റ് എല്ലാം എനിക്കില്ല, ഇപ്പൊ ഇങ്ങനെ വളരെ ബിസിയാണ്, ഇപ്പൊ തൽക്കാലം നടക്കുമെന്ന് തോന്നണില്ല. ഇങ്ങനെ കഴിവുകൾ ഒരുപാട് പറയുന്നു. അത് നമുക്ക് വരട്ടെ, നമുക്ക് പിന്നെ പറയാം, പിന്നീട് ആലോചിക്കാം എന്നൊക്കെ പറയും. ആദ്യം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന എല്ലാം ടോട്ടൽ ചേഞ്ചാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ എന്താണെന്ന് എനിക്ക് ഒരു മനസ്സിലായില്ല. ഞാൻ വരും, ശരി എന്നാൽ ഞാൻ പിന്നീട് വരാം ലാലെ, ഞാനത് വിവരം അവരെ ധരിപ്പിക്കാം എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞു. അതിനുശേഷം ഞാൻ സക്രിയ സാറിന് ഫോൺ ചെയ്തു. സാറേ ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്, ലാല് പറയുന്നത് ഇപ്പോൾ ഡേറ്റിന്റെ വലിയ പ്രശ്നമുണ്ട്, അതുകൊണ്ട് തൽക്കാലം ഇപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് എനിക്ക് കിട്ടുന്ന മറുപടി, ഇല്ല അഷ്റഫേ അത് നടക്കില്ല, അത് വേറെ ബോംബ് വീണ് കഴിഞ്ഞു അതിന്റെ പുറത്ത്. ഞാൻ ചോദിച്ചു, എന്ത് ബോംബ്? അത് ഞങ്ങൾക്കെല്ലാം ഇൻഫർമേഷനും കിട്ടി. ഒരു തിരുവനന്തപുരത്തുള്ള ഒരു പഴയ സംവിധായകൻ ലാല് ഈ വിവരം സന്തോഷപൂർവ്വം പങ്കുവച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ശശികുമാറിന് വല്ല വിവരമുണ്ട്, അയാൾക്കൊന്നും അറിയത്തില്ല സിനിമയെ പറ്റി, വേറെ പണിയില്ല ലാല്, അങ്ങനെ ചെയ്യരുതും, അതാണ് ഇതാണ് എന്തൊക്കെയോ ഒക്കെ വളരെ മോശമായി നെഗറ്റീവ് ഒക്കെ പറഞ്ഞ് ലാലിനെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ സംരംഭത്തിൽ നിന്നും ലാലിനെ അകറ്റുകയാണ് ഉണ്ടായത്. ഇത് എനിക്ക് നേരിട്ട് ബോധ്യമുള്ള ഒരു കാര്യവുമാണ്. സിനിമയിൽ ഇത് സ്ഥിരമാണ്. കഴിവുള്ളവനെ ഉയരാൻ സമ്മതിക്കില്ല. അവന് വേണ്ടി ചിലർ എപ്പോഴും കുഴി തോണ്ടിക്കൊണ്ടേയിരിക്കും. മുമ്പിൽ നിന്ന് കുത്തുന്നവനെ നമുക്ക് കാണാൻ സാധിക്കും, പുറകിൽ നിന്ന് കുത്തുന്നവനെ നമ്മൾ എങ്ങനെയാ കാണുക? ഒരുപക്ഷെ ശശികുമാർ സാറിന്റെ ആ മോഹം തല്ലിക്കിടത്തിയ സന്തോഷത്തിലായിരിക്കും അയാൾ. പക്ഷേ അയാളും ഒന്നും നേടിയില്ല എന്നതാണ് സത്യം. ലാലിന്റെ കൂടെ നടക്കുന്നവർ പൊടിപ്പും തൊങ്കലും വേണ്ടാത്ത നിറക്കൂട്ടുകളും എല്ലാം ചേർത്ത് വളരെ ആസ്വാദ്യകരമായിട്ട് അതങ്ങ് അവതരിപ്പിക്കും. ലാൽ അതങ്ങ് വിശ്വസിക്കും. അതായിരുന്നു അന്നും നടന്നത്, ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നതും. പാര പണിയുന്നവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. കാരണം അവർക്കതിൽ നിന്ന് ലഭിക്കുന്ന ആനന്ദം അതിഭയങ്കരമാണ്. ഇനി എനിക്കുണ്ടായ മറ്റൊരനുഭവം ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം. ഫാസലിന്റെ അനിയൻ കയസ്, അദ്ദേഹം എൻ്റെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ദോഹയിലായിരുന്നു, കുറെ പടങ്ങളൊക്കെ നിർമ്മിച്ചിട്ടുള്ള ആളായിരുന്നു. ഒരിക്കൽ ദോഹയിൽ നിന്നും എന്നെ ഫോൺ ചെയ്ത് വിളിച്ചിട്ട് പറഞ്ഞു, അഷ്റഫേ പാച്ചിക്ക ഭയങ്കര തിരക്കാണ്, തമിഴും മലയാളവും ഒക്കെ ആയിട്ട് ആകെ തലവേദനയാണ്, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഔട്ട്സൈഡേഴ്സ് ആരെങ്കിലും നല്ല ഡയറക്ടേഴ്സിനൊക്കെ വെച്ചിട്ട് നമുക്ക് വലിയ പടങ്ങൾ കുറച്ച് ചെയ്യാം, അഷ്റഫ് എൻ്റെ കൂടെ നിന്നാൽ മതി, നമുക്ക് ആ പ്രൊഡക്ഷൻ ആരംഭിക്കാം എന്ന് ഒരു അഭിപ്രായം എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി നോക്കാം. ഞാൻ മറുപടിയും പറഞ്ഞു, താമസിക്കേണ്ട, എന്തെങ്കിലും പ്ലാനിങ് ഉണ്ടെങ്കിൽ അത് ചെയ്തോളൂ, ഞാൻ അതിൽ കൂടെ നിൽക്കാം എന്ന് കയസ് പറയുകയുണ്ടായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് ഒരു മറവത്തൂർ കനവ് എന്ന സിനിമ റിലീസായത്. ഞാൻ ആ ചിത്രം തിയേറ്ററിൽ പോയി കാണുകയും ഉണ്ടായി. ലാൽ ജോസ് എന്ന ഒരു പുതുമുഖ സംവിധായകനാണ് ആ ചിത്രം സംവിധാനം ചെയ്തത്. ആ സിനിമ എന്നെ ഒരുപാട് ആകർഷിക്കുകയും അത് അതിഭയങ്കര ഹിറ്റാവുകയും ചെയ്തു. കയസന് പിന്നീട് വിളിക്കുമ്പോൾ ഞാൻ കയസനോട് പറയുന്നു, കയസെ ഞാൻ ഒരു മറവത്തൂർ കനവെന്ന സിനിമ കണ്ടു, അതൊരു പുതിയ സംവിധായകനാണ്, ലാൽ ജോസ് എന്നാണ് അയാളുടെ പേര്, അയാൾ അതിമനോഹരമായിട്ട് ആ പടം എടുത്തിട്ടുണ്ട്, വളരെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട്, അത് ഹിറ്റായിട്ടാണ് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ കയസനോട് പറഞ്ഞു. കൈസ പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, കൈസെ അയാളെ നമുക്കൊന്ന് സമീപിച്ചാലോ എന്ന് ഞാൻ കയസനോട് ചോദിച്ചപ്പോൾ, ഓഹോ അങ്ങനെയെങ്കിൽ ആയിക്കോളൂ, അതെന്താന്ന് വെച്ചാൽ അഷ്റഫ് തീരുമാനിച്ചോളൂ എന്നും പറഞ്ഞു. പക്ഷേ താമസിക്കാൻ പാടില്ല, അദ്ദേഹം ചെയ്യുന്ന രണ്ടാമത്തെ പടം നമ്മുടേതായിരിക്കണം, അത് നിർബന്ധമാണ് എന്ന് കയസ് പറയുകയും ചെയ്തു. ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ, നമുക്ക് അദ്ദേഹത്തിനെ സമീപിച്ചു നോക്കാം എന്നും പറഞ്ഞു. അതുവരെ ലാൽ ജോസ് ആരാണെന്ന് കയസിന് അറിയുകയില്ല, എനിക്കൊട്ട് അടുത്ത് പരിചയവുമില്ല. ലാൽ ജോസ് ഒറ്റപ്പാലം റെസ്റ്റ് ഹൗസിലുണ്ടെന്ന് എനിക്ക് അറിവ് കിട്ടി. ഞാൻ അവിടെ വിളിച്ചു, അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. ഞാൻ ലാൽ ജോസിനോട് പറയുന്നു, ഒരു പ്രൊഡക്ഷന് വേണ്ടി താങ്കളെ ഒന്ന് കാണേണ്ട ആവശ്യമുണ്ട്, അത് ഫാസലിന്റെ അനുജൻ കയസിന് വേണ്ടിയാണ്, ഒന്ന് നേരിൽ കണ്ട് സംസാരിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയും എപ്പോൾ വേണേലും വന്നോളൂ, ശരി നാളെ തന്നെ വന്നോളാം, ഒറ്റപ്പാലം റെസ്റ്റ് ഹൗസിലേക്ക് വന്നോളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെ രാവിലെ 10 മണിക്കുള്ളിൽ ഞാൻ ഒറ്റപ്പാലം റെസ്റ്റ് ഹൗസിൽ വന്നിരിക്കും എന്ന് പറയുന്നു. ശരി ആയിക്കോളൂ എന്ന് പറയുന്നു. പിറ്റേ ദിവസം അതിരാവിലെ ഞാൻ പുറപ്പെട്ട്
9:30 മണിക്ക് തന്നെ ഒറ്റപ്പാലത്തെത്തുന്നു. ഞാൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാതെ കൃത്യസമയം പാലിക്കുന്നതിനായി 9:30 മണിക്ക് തന്നെ ഞാൻ റെസ്റ്റ് ഹൗസിലെത്തി. ഞാൻ ഓടിപ്പടച്ച് അവിടെ എത്തി. അവിടെ നിന്ന് അവിടുത്തെ ജീവനക്കാരോട് ഞാൻ തിരക്കി, എനിക്ക് ലാൽ ജോസിനെ ഒന്ന് കാണണം, അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരികയാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത്ര നേരം ഇവിടെ ഉണ്ടായിരുന്നു, 5 മിനിറ്റ് ആയുള്ളല്ലോ അദ്ദേഹം പോയിട്ട് എന്ന് അവരെന്നോട് പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു വിഷമം തോന്നി. 10 മണിക്ക് മുമ്പ് ഞാൻ അവിടെ എത്തുമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു. ഞാൻ 9:30 തന്നെ എത്തുകയും ചെയ്തു. പക്ഷേ ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം പോവുകയും ചെയ്തു. അദ്ദേഹം പോയപ്പോൾ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇന്ന ആലപ്പുഴയിൽ നിന്ന് ഒരാൾ വരുമെന്നോ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? ഇല്ല, ഒന്നും പറഞ്ഞില്ല സാറേ, ഒന്നും പറഞ്ഞില്ല. അവർ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചു, നിങ്ങളോട് പറഞ്ഞോ? അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജീവനക്കാർ തമ്മിൽ ചോദിച്ചു. ആരും ഒന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞു. അതിലൊരു ജീവനക്കാരൻ പറഞ്ഞു, വീട്ടിലോട്ടാണ് പോയത് എന്ന് പറഞ്ഞു. അപ്പോഴേക്കൊരു ഓട്ടോറിക്ഷ വന്നു. ഞാൻ ആ ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചു, ഇങ്ങനെ പോലെ ലാൽ ജോസിൻ്റെ വീട് അറിയാമോ? ഇങ്ങനെ സംവിധായകൻ. ഓ, പുതിയ പടം ചെയ്ത ആളല്ലേ? അറിയാം, എനിക്കറിയാം വീടെന്ന് പറഞ്ഞു. എന്നെ ഒന്ന് അവിടെ വിടുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ഓട്ടോറിക്ഷയിൽ കയറി ലാൽ ജോസിൻ്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഞാൻ നേരം വെളുത്തിട്ട് ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല, ചായ പോലും കുടിച്ചിട്ടില്ല, ദാഹവും വിശപ്പും ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ വന്ന കാര്യം നടക്കണമല്ലോ. ഞാൻ നേരെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു. 10 മണിക്ക് കൃത്യമായി അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നപ്പോൾ ലാൽ ജോസ് അവിടെ ഉണ്ട്. എന്നെ കണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഒറ്റപ്പാലം റെസ്റ്റ് ഹൗസിൽ ചെന്നിരുന്നു, 9:30 തന്നെ എത്തി. അപ്പോൾ എന്ന് മാത്രം ഒന്ന് മൂളി. സാധാരണ അയ്യോ ഞാൻ മറന്നുപോയി, ഞാൻ എന്തോ അത്യാവശ്യമായതുകൊണ്ട് വന്നത്, എന്തെങ്കിലും പറയുമെന്ന് വിചാരിച്ചു. ഒന്നും പറഞ്ഞില്ല, ഒരു മൂളൽ മാത്രം. വളരെ ഗൗരവത്തിലാണ് അദ്ദേഹം, വളരെ സീരിയസ് ആയിട്ടിരിക്കുന്നു. ഞാൻ ചെന്ന കാര്യങ്ങൾ പറഞ്ഞു. കയസ് പറഞ്ഞ പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. താങ്കളുടെ 2ാമത്തെ പടം കയസിന് വേണ്ടി ചെയ്യാമോ എന്നറിയാൻ വേണ്ടിയാണ് വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇല്ല, ഞാനത് 2ാമത്തെ പടം വേറെ കമ്മിറ്റഡായി, അത് നടക്കില്ല, പിന്നീട് വേണമെങ്കിൽ നമുക്ക് പിന്നീട് ആലോചിക്കാം എന്നൊക്കെ പറയും. അപ്പോൾ വളരെ ഗൗരവമായിട്ടാണ് പുള്ളി നിൽക്കുന്നത്. അന്നത്തെ ബോഡി ലാംഗ്വേജ് ഒക്കെ ഒരു സൗഹൃദത്തിൻ്റെയോ ഒരു സ്നേഹത്തിൻ്റെയോ ഒന്നുമില്ല, ഭയങ്കര ടഫായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ സാധാരണ ഈ പുതിയ പിള്ളേരൊക്കെ പടം കയറി സൂപ്പർ ഹിറ്റായി കഴിഞ്ഞാൽ ഒരു തലക്കനെങ്കിൽ സ്വാഭാവികമായിട്ടും വരും. അത് മാറണമെങ്കിൽ 1-2 പടമൊക്കെ കഴിയണം, എന്നാലേ അവർക്ക് മാറുകയുള്ളൂ. തീർച്ചയായിട്ടും ഇപ്പോഴൊക്കെ അത് മാറിയിട്ടുണ്ടാവും, ഉറപ്പാണ്. അത് പലർക്കും അങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് പലതും കണ്ട് പരിചയമുണ്ട്. അപ്പോൾ ഞാനതൊന്നും കൂടുതൽ ഇത് ചെയ്തില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ ടോട്ടലി ബോഡി ലാംഗ്വേജ്, ഇത്രയും ദൂരത്തുനിന്ന് വന്ന ആലപ്പുഴയിൽ നിന്ന് ഞാൻ അത്രയും അദ്ദേഹത്തിനെ കാണാൻ എത്തിയതാണ്. അദ്ദേഹം എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കണമെന്നുണ്ടായിരുന്നു എൻ്റെ ദാഹത്തിന്. പക്ഷെ ഞാൻ എന്നിട്ടും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, ശരി, ആലോചിച്ചിട്ട് പറയാം എന്നും പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോരുകയും ചെയ്തു. ഞാൻ തിരിച്ച് നാട്ടിലെത്തി. അദ്ദേഹത്തിൻ്റെ ഡേറ്റ് കിട്ടാത്തത് കൊണ്ട് ഒരു വിഷമവും എനിക്കില്ലായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ പെരുമാറ്റ രീതിയിൽ എനിക്കല്പം വിഷമമുണ്ടായി. ഞാൻ കയസ് വിളിച്ചപ്പോൾ ഇതൊന്നും പറയാൻ പോയില്ല. ഞാൻ പറഞ്ഞു, അദ്ദേഹം 2ാമത്തെ പടം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞു, നമുക്ക് പിന്നീട് വേണമെങ്കിൽ നോക്കാമെന്ന് പറയാം. അതൊന്നും വേണ്ട എന്ന് കയസ് പറയും. അങ്ങനെ ആ പ്രോജക്റ്റിനെ പറ്റി വിട്ടു. ഞങ്ങൾ പിന്നീട് അതിനെപ്പറ്റി സംസാരിച്ചിട്ടുമില്ല, പിന്നീട് ആരും മിണ്ടിയിട്ടുമില്ല. ഈ വിവരം എനിക്കും കയസിനുമല്ലാതെ ഇത് 3ാമതൊരാൾ അറിയുന്നത് ലാൽ ജോസ് മാത്രമാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഉണ്ടെങ്കിലേ ബാക്കി കാര്യത്തിലോട്ടൊക്കെ നമുക്ക് കടക്കാൻ പറ്റുകയുള്ളൂ. ആർട്ടിസ്റ്റ് ആരെ വേണം, പിന്നെ കഥ ഏതെടുക്കണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് പിന്നീടാണ്. അപ്പോൾ അതിലോട്ടൊന്നും നമ്മൾ കടന്നിട്ടേ ഇല്ല. ഫസ്റ്റിലെ അദ്ദേഹത്തിൻ്റെ ഡേറ്റിനാണ് ചോദിച്ചിരിക്കുന്നത്. അത് കാരണം ഞങ്ങൾ ആരോടും ഡിസ്ക്ലോസ് ചെയ്യാൻ പോയില്ല. ഈ വിവരം പറയാനോ അല്ലെങ്കിൽ മിണ്ടാനോ ഒന്നും പോയില്ല. ആർക്കും അറിയത്തുമില്ല, ഫാസിലൊന്നും അറിഞ്ഞിട്ടേ ഇല്ല ഈ വിവരം. ഞാൻ പിന്നീട് അദ്ദേഹത്തെ ജീവിതത്തിൽ ഒരിക്കലും കോണ്ടാക്ട് ചെയ്തിട്ടൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ ജോലി ചെയ്യുന്നു, ഒരുപാട് പടങ്ങൾ ഹിറ്റാക്കുന്നു, വലിയൊരു സംവിധായകനായി മാറുന്നു. പക്ഷേ കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സഫാരി ചാനലിൽ ചരിത്രം എന്നിലൂടെ എന്ന പ്രോഗ്രാമിൽ അദ്ദേഹം പറയുകയുണ്ടായി. ഒരു എപ്പിസോഡിൽ അദ്ദേഹം പറയുന്നു, മോഹൻലാലിൻ്റെ ഡേറ്റ് എനിക്കുണ്ടായിരുന്നു, ഫാസൽ കമ്പനി, ഫാസലിൻ്റെ കഥയ്ക്ക് മോഹൻലാൽ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു സിനിമ ഞാൻ ചെയ്യേണ്ടതായിരുന്നു. അതിനിടപെട്ടത് ആലപ്പി അഷ്റഫ് ആയിരുന്നു. ആലപ്പി അഷ്റഫ് കാരണം എനിക്ക് ആ സിനിമ നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞു വെച്ചു. എനിക്കിരിക്കപ്പുറതിയില്ല. അതിനുശേഷം ഞാൻ ഈ ചാനൽ തുടങ്ങിയ ശേഷം ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നു, നിങ്ങൾ ലാൽ ജോസിനെ ഇങ്ങനെ പാര വെച്ച് മോഹൻലാൽ പടത്തിന്റെ ഇത് മോഹൻലാലിനും അറിയില്ല, ഫാസലിനും അറിയില്ല, ഞാൻ ഇത് ആരെടുത്ത് പോയി പറയാൻ
പറയാനാണ്. അദ്ദേഹം ഇതെങ്ങനെ പറഞ്ഞു എന്ന് എനിക്കും അറിയില്ല. ഇതെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നു, ഇതാര് പറഞ്ഞു ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ പറ്റി അവരോട് ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ എന്ന്. ഇപ്പൊ മോഹൻലാൽ ജീവിച്ചിരിപ്പുണ്ട്, ഫാസിൽ ജീവിച്ചിരിപ്പുണ്ട്, അവരോടൊക്കെ ലാൽ ജോസിന് വേണമെങ്കിൽ വിളിച്ചു ചോദിക്കാം, 100% ചോദിക്കാം. അവരാരും അറിയാത്തൊരു കാര്യം എന്റെ പുറത്ത്, ഞാൻ താങ്കളെ പോസിറ്റീവായിട്ട് എടുത്ത് ലാൽ ജോസിന്റെ പേര് ഞാനാണ് സജസ്റ്റ് ചെയ്തത്. അല്ലാതെ ധാരാളം കഴിവുള്ള സംവിധായകർ ഒരുപാട് പേര് നിൽപ്പുണ്ട്. അവരുടെ അടുത്തൊന്നും പോകാതെ വന്ന എന്താ, ഒരു പുതിയ ചെറുപ്പക്കാരൻ വരുന്നു, അദ്ദേഹത്തിന് നമ്മൾ അംഗീകരിക്കണം. അതായിരുന്നു എന്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നത്. ഞാൻ ഇപ്പോൾ ഇതിവിടെ വെളിപ്പെടുത്താനുള്ള കാരണം, ഞാൻ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ എന്റെ കമന്റ് ബോക്സിൽ ധാരാളം മെസ്സേജുകൾ വന്നു. താങ്കൾ ലാൽ ജോസിനെ പാര വെച്ചോ? ഒരാളല്ല, പലരും ചോദിച്ചു, താങ്കൾ ഇങ്ങനെ പറഞ്ഞു, ലാൽ ജോസ് ഇങ്ങനെ പറയുന്നല്ലോ എന്ന്. അപ്പോൾ എനിക്ക് മറുപടി പറഞ്ഞേ പറ്റൂ. അതുകൊണ്ട് ലാൽ ജോസ് ഇത് സത്യാവസ്ഥ ഒന്നുകൂടെ തിരക്കുന്നത് ഉചിതമായിരിക്കും. അതുകൊണ്ട് ലാൽ ജോസ് ഇതിന്റെ നിജസ്ഥിതി ഒന്ന് അന്വേഷിച്ച് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. അതുകൂടാതെ താങ്കളുടെ തെറ്റിദ്ധാരണയും മാറിക്കിട്ടുമല്ലോ. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, തത്സമയത്തെ വിവരണത്തെക്കാൾ നല്ലത് തക്ക സമയത്തെ വിശദീകരണമാണ് ഉത്തമം. ഇനി മറ്റൊരു യൂട്യൂബർ പറയുന്നു, ഞാൻ 2 വർഷം ദിലീപിന്റെ പുറകെ ഡേറ്റിന് വേണ്ടി നടന്നിരുന്നു, അത് കൊടുക്കാത്തതിന്റെ വൈരാഗ്യം കൊണ്ടാണ് ഞാൻ നടിയുടെ ഒപ്പം നിന്നത് എന്നാണ് വേറൊരുത്തന്റെ ആക്ഷേപം. 2 വർഷം പോയിട്ട് 2 മിനിറ്റ് പോലും ഞാൻ ജീവിതത്തിൽ ദിലീപുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഈ സത്യം ദിലീപിനും അറിയാവുന്നതാണ്. വ്യക്തിപരമായിട്ട് ദിലീപുമായിട്ട് എനിക്കൊരു വൈരാഗ്യവുമില്ല, ഒരു ബന്ധവുമില്ല. നീതിക്ക് വേണ്ടി അതിജീവിതയോടൊപ്പം നിന്നത് എന്റെ നിലപാടാണ്. ഈ യൂട്യൂബർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് മറുപടി കൊടുക്കാൻ ഞാൻ നിയമപരമായി നീങ്ങുന്നുമുണ്ട്. നേർവഴിയിലൂടെ സഞ്ചരിച്ചാൽ ഒരുപാട് പ്രതിസന്ധികളെ നേരിടേണ്ടി വരും, ഒരുപാട് കല്ലും മുള്ളും ചവിട്ടേണ്ടിയും വരും. അതാണ് ജീവിതം. പക്ഷേ ഒരു കാര്യമുണ്ട്, ലഭിച്ച ഒന്നിലും അഹങ്കരിക്കരുത്. കാരണം നേടാനെടുത്ത സമയത്തിന്റെ ഒരംശം വേണ്ട എല്ലാം നഷ്ടപ്പെടാൻ. നിർത്തുന്നു. നന്ദി, നമസ്കാരം.